തോടുകൾ, കനാലുകൾ, തോട്ടുപള്ളി അവർകളെ ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സംബോധ സന്നിധിയിൽ. വളരെ സുപ്രധാനമായ ഒരു വികസന പദ്ധതിക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. 2016 അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാരാണ് ജനകീയ മത്സ്യകൃഷി എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. ജനകീയ മത്സ്യകൃഷി പല തരത്തിൽ കേരളത്തിൽ നമ്മൾ നടപ്പാക്കുന്നുണ്ട്. ഒരു ജലകുളത്തിലെ വിശാലമായ മത്സ്യകൃഷി നമ്മൾ നടപ്പാക്കുന്നുണ്ട്. ഒരു നെല്ലും ഒരു ചെമ്മീനും പദ്ധതി നടപ്പാക്കുന്നുണ്ട്. കൃത്രിമ കുളങ്ങൾ സൃഷ്ടിച്ചിട്ട് അവിടെ നമ്മൾ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്. കൂടുകൾ ജലാശയങ്ങളിൽ നിക്ഷേപിച്ച് അവിടെ നമ്മൾ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്ന എംബാങ്ക്മെന്റ് മത്സ്യകൃഷി, അതായത് തോടുകൾ അടച്ച് പരമാവധി സ്ഥലങ്ങൾ വൃത്തിയാക്കി നടത്തുന്ന ജനകീയ കൃഷിയുണ്ട്. അതുപോലെ തന്നെ ജൈവ സുരക്ഷിതമായ കുളങ്ങളിലെ മത്സ്യകൃഷിയുണ്ട്. ഇപ്പം ഇവിടെ ഞാൻ വന്നപ്പോൾ ചോദിച്ചു, ആമയെല്ലാം പിടിച്ചോന്ന് ചോദിച്ചു. ആമയെ പിടിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമയിനകത്തുണ്ടെങ്കിൽ ഒരു മീനെ കിട്ടാൻ പോകുന്നില്ല. ഇവിടെ നമ്മുടെ ഡയറക്ടർ പറയും, ഭയങ്കര മഹേഷ് പറയും നല്ല വിളവൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചാലും അതിനകത്ത് വേറെ സാധനം ഉണ്ടെങ്കിൽ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ പിടിച്ചെന്ന് പറഞ്ഞു. ഞാൻ മത്സ്യകൃഷി ചെയ്യുന്നതാണ്. എനിക്ക് ആദ്യം ഭയങ്കര അബദ്ധം പറ്റി. എനിക്കറിയില്ലായിരുന്നു ഈ ആമയും ഒക്കെ ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്ത് സൈഡ് കെട്ടി വൃത്തിയാക്കി കൃഷി ചെയ്തു. പക്ഷെ അകത്ത് മുഴുവൻ ആമയായിപ്പോയി. ഇട്ടത് മുതൽ അവൻ നിന്നു. അപ്പം അതിനകത്ത് ആമ മാത്രമല്ല, വലിയ മത്സ്യങ്ങളുണ്ടെങ്കിലും ചെറു മത്സ്യങ്ങളെ വെട്ടിത്തിന്നു. ഇപ്പം ഇത് നല്ല വലിപ്പത്തിലാണ് ഇട്ടേക്കുന്നത്. അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പം വരാൻ സാധ്യതയില്ല. പിന്നെ നല്ല പോലെ നെറ്റൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടും വലിയ പ്രശ്നം വരില്ല. അപ്പം നമുക്ക് ലാഭകരമായ ഒരു കൃഷിയാണ്. നമ്മുടെ നാട്ടിൽ ലാഭകരമായി കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാർഷിക വൃത്തി എന്ന നിലയിൽ നമ്മുടെ ആളുകൾ മുന്നോട്ട് വരണം. ഒരു ഭാഗം. രണ്ടാമത്തെ പ്രശ്നം ഇതിന്റെ മാർക്കറ്റാണ്. ഇപ്പൊ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യം ന്യായവിലയ്ക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനം നമ്മളിപ്പോൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഫിഷറീസിന്റെ തന്നെ 125 ഫിഷ് സ്റ്റാളുകൾ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും തുടങ്ങുകയാണ്. ഈ വരുന്ന മാസം 2 സംരംഭം, ഒന്ന് കൊല്ലത്തും ഒന്ന് വിഴിഞ്ഞത്തും തുടങ്ങുകയാണ്. ഫ്രഷ് മീൻ അതെടുത്ത് കട്ട് ചെയ്ത് പീസാക്കി എയർ ടൈറ്റഡ് ആക്കി എക്സ്പോർട്ട് ചെയ്യുക. നാട്